ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് PSC പരീക്ഷകൾക്ക് ആവശ്യമായ കുറച്ച് ഇമ്പോർട്ടൻ്റായ കറണ്ട് അഫെയർസുമായിട്ടാണ്. ഒന്നാമത്തേത്, മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദിലെ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് ധാരാശിവ്. മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് ധാരാശിവ് എന്നാണ്. വന്ദേ മാതരം ഏത് ഭാഷയിലുള്ള പത്രമാണ്? ഉറുദു പത്രം. വന്ദേ മാതരം ഏത് ഭാഷയിലുള്ള പത്രമാണ്? ഉറുദു പത്രം. അടുത്തത്, പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിളിക്കരുത് എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട്. പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിളിക്കരുതെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് മേരി പുന്നൻ ലൂക്കോസ്. മേരി പുന്നൻ ലൂക്കോസ്. 2026-27 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി 3 വർഷമാക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 2026-27 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി 3 വർഷമാക്കുന്ന സംസ്ഥാനമാണ് കേരളം. മലപ്പുറം ജില്ലയിലെ കോട്ടൂർ AKMHSSലെ AI ടീച്ചർ ആര്? മലപ്പുറം ജില്ലയിലെ കോട്ടൂർ AKMHSSലെ AI ടീച്ചർ ആണ് അക്മിറ. അക്മിറ. മലപ്പുറം ജില്ലയിലെ കോട്ടൂർ AKMHSലെ AI ടീച്ചറാണ് അക്മിറ. അക്മിറ. സംസ്ഥാനത്തെ ആദ്യ സൂ സഫാരി പാർക്ക് നിലവിൽ വന്നത് തളിപ്പറമ്പ്, കണ്ണൂർ. തളിപ്പറമ്പ്, കണ്ണൂർ. സംസ്ഥാനത്തെ ആദ്യ സൂ സഫാരി പാർക്ക് തളിപ്പറമ്പ്, കണ്ണൂർ. GI ടാഗ് ലഭിച്ച ആദ്യ വന ഉൽപ്പന്നം നിലമ്പൂർ തേക്ക്. GI ടാഗ് ലഭിച്ച ആദ്യ വന ഉൽപ്പന്നമാണ് നിലമ്പൂർ തേക്ക്. ഇന്ത്യയിലെ ആദ്യ സോയിൽ മ്യൂസിയം പാറാട്ടുകോണം, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ സോയിൽ മ്യൂസിയം പാറാട്ടുകോണം, തിരുവനന്തപുരം. പൗരസേവനങ്ങൾക്കായി സാരഥി AI ചാറ്റ്ബോട്ട് നിർമ്മിച്ച സംസ്ഥാനം ഹരിയാന. പൗരസേവനങ്ങൾക്കായി സാരഥി AI ചാറ്റ്ബോട്ട് നിർമ്മിച്ച സംസ്ഥാനമാണ് ഹരിയാന. ഹരിയാന. IMFൽ അംഗമായ 190ാമത്തെ രാജ്യമാണ് അൻഡോറ. IMFൽ അംഗമായ 190ാമത്തെ രാജ്യമാണ് അൻഡോറ. മടങ്ങിയെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ധനസഹായ പദ്ധതിയാണ് സാന്ത്വന. മടങ്ങിയെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ധനസഹായ പദ്ധതിയാണ് സാന്ത്വന. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയാണ് നവകിരണം. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയാണ് നവകിരണം. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സേഫ് കേരള. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സേഫ് കേരള. ലോകത്തിലെ പൂർണ്ണമായും AIയിലുള്ള ആദ്യ ദിനപത്രമാണ് ഇൽ ഫ്ലോഗിയോ. ലോകത്തിലെ AIയിലുള്ള ആദ്യ ദിനപത്രമാണ് ഇൽ ഫ്ലോഗിയോ. ലോകത്തിലെ പൂർണ്ണമായും AIയിലുള്ള ആദ്യ ദിനപത്രമാണ് ഇൽ ഫ്ലോഗിയോ. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആര്? ബാനു മുസ്താഖ്. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ബാനു മുസ്താഖ്. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? അയർലൻഡ്, UK. അയർലൻഡ്, UK. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? അയർലൻഡ്, UK. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ
കേരളത്തിലെ പദ്ധതി ബന്ധു ക്ലിനിക്. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതിയാണ് ബന്ധു ക്ലിനിക്. ലോക ശാസ്ത്ര ദിനം നവംബർ 10. ലോക ശാസ്ത്ര ദിനം നവംബർ 10. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഇതൊന്ന് നോക്കാം. മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് ധാരാ ശിവ്. വന്ദേ മാതരം ഏത് ഭാഷയിലുള്ള പത്രമാണ്? ഉറുദു പത്രം. പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിളിക്കരുതെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത മേരി പുന്നൻ ലൂക്കോസ്. 2026-27 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി 3 വർഷമാക്കുന്ന സംസ്ഥാനമാണ് കേരളം. മലപ്പുറം ജില്ലയിലെ കോട്ടൂർ AKMHSSലെ AI ടീച്ചറാണ് അക്മീറ. സംസ്ഥാനത്തെ ആദ്യ സൂ സഫാരി പാർക്ക് തളിപ്പറമ്പ് കണ്ണൂർ. GI ടാഗ് ലഭിച്ച ആദ്യ വന ഉൽപ്പന്നമാണ് നിലമ്പൂർ തേക്ക്. ഇന്ത്യയിലെ ആദ്യ സോയിൽ മ്യൂസിയം പാറാട്ടുകോണം തിരുവനന്തപുരം. പൗരസേവനങ്ങൾക്കായി സാരഥി AI ചാറ്റ് ബോട്ട് നിർമ്മിച്ച സംസ്ഥാനം ഹരിയാന. IMFൽ അംഗമായ 190ാമത്തെ രാജ്യം അൻഡോറ. മടങ്ങിയെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ധനസഹായ പദ്ധതിയാണ് സാന്ത്വന. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയാണ് നവകിരണം. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സേഫ് കേരള. ലോകത്തിലെ പൂർണ്ണമായും AIയിലുള്ള ആദ്യ ദിനപത്രം ഇൽ ഫ്ലോഗിയോ. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ബാനു മുഷ്താഖ്. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന കൃതികൾക്കാണ് നൽകുന്നത്? അയർലാൻഡ്, UK. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതിയാണ് ബന്ധു ക്ലിനിക്. ലോക ശാസ്ത്ര ദിനം നവംബർ 10. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.